പോർച്ചുഗലിൽ എത്തിയിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. ഞാൻ വീട് മാറി പുതിയൊരു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു മാസത്തെ എൻ്റെ പോർച്ചുഗലിലെ അനുഭവമാണ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോർച്ചുഗൽ പൊതുവെ ഷെങ്കൻ കൺട്രീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് കുറവാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ മാൾട്ടയിലുണ്ട്, ചേച്ചി അയർലൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടേതൊക്കെ ഇവിടുത്തെ ചിലവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഭയങ്കര അത്ഭുതപ്പെടുകയാണ്. വളരെ എക്സ്പെൻസ് കുറവാണല്ലോ എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോഫി കുടിക്കുന്നു, ഒരു ബർഗർ കഴിക്കുന്നു, അതിനൊക്കെ ചേച്ചി ഒരു എണ്ണത്തിന് കൊടുക്കുന്ന വില ഞാനിവിടെ 4 എണ്ണത്തിന് 3 എണ്ണത്തിനൊക്കെ കൊടുക്കണം. അത് ഞങ്ങൾ ഗ്യാങ്ങായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും കൂടെ വരുന്ന ബില്ല് ചേച്ചിക്ക് അവിടെ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗൽ എക്സ്പെൻസ് കുറവാണ്. നമുക്ക് റൂമിന് റെൻറ്റ് വരുന്നത് ഒരു 150 ഉള്ളിലേ വരുന്നുള്ളൂ. പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് ഷെയർ ചെയ്യുകയാണ്. അതായത് ഇപ്പം ടോട്ടൽ ഒരു മാസത്തേക്കുള്ളത് കംപ്ലീറ്റും പർച്ചേസ് ചെയ്തിട്ട് മന്ത് എൻഡ് ആവുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 4, അതായത് ഇപ്പം ഒരു വീട്ടിൽ 4 പേരാണ് താമസിക്കുന്നതെങ്കിൽ 4 പേരും കൂടെ ഈക്വലായിട്ട് ഭാഗിക്കുകയാണ്. അങ്ങനെ ഒരു ആൾക്ക് പെർ ഹെഡ് 100ൻ്റെ ഉള്ളിലേ ഫുഡിന് എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ട്രാവൽ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്ലി 40 യൂറോസേ വരുന്നുള്ളൂ. അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പൊതുവേ എക്സ്പെൻസ് വളരെ കുറവായിട്ടാണ് എനിക്കും തോന്നി. എനിക്ക് പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഷെങ്കനിൽ യൂറോപ്പിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എക്സ്പെൻസ് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ചേച്ചിയും ഫ്രണ്ടൊക്കെ പറയുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ എക്സ്പെൻസ് കുറവായിട്ടാണ് തോന്നി. ലിസ്ബൺ വെച്ച് നോക്കുന്ന സമയത്ത്, ലിസ്ബൺ ഒരു മെയിൻ ടൗണാണ്, ടൗണുള്ള ഒരു സിറ്റിയാണ്. അവിടെ നിന്ന് അസംബുജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ അവേറാസ് ഡിസിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ എന്ന് പറയാൻ ഒരു മെയിനായിട്ട് പറയാനായിട്ട് ഒരു 3-4 കമ്പനികളുണ്ട്. പിന്നെ ഫുള്ളും മറ്റേ കൃഷിസ്ഥലങ്ങളാണ്. അതായത് ഈ വൈനറീസ് ഒക്കെയാണ്, അതായത് ഈ എന്താ പറയുക, ഗ്രേപ്സിൻ്റെ ഫാമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പൊതുവേ സമാധാനമുണ്ട്, അതായത് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ആൾക്കാർ കാണുമ്പോഴും നമ്മൾ വിഷ് ചെയ്യുമ്പോൾ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിഷ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ സമാധാനം നിറഞ്ഞൊരു സ്ഥലമാണിത്. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. അടുത്ത് ബാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പച്ചമുളക് മാത്രം കിട്ടാനില്ല ഇവിടെ. അത് അസംബുജ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലത്ത് പോകണം. എനിക്ക് തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് 7:30 ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ബസ്സില്ല. പിന്നെ 5:30 വരെ, 5:30 ഒരു ബസ്സുണ്ട്, 2:15 എന്തൊരു ബസ്സുണ്ട് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് 5:30 ഉള്ളൂ, അത് കഴിഞ്ഞ് 7:30 ഉള്ളൂ. ബസ്സിൻ്റെ ഒരു പോരായ്മ, അതായത് അപര്യാപ്തത ഉണ്ട്, അത് കുറച്ച് കുറവുണ്ട്. ബസ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ ഒരു ദിവസം നടക്കേണ്ടിയൊക്കെ വന്നു ബസ്സിലാഞ്ഞിട്ട്. അപ്പോൾ 10 കിലോമീറ്റർ ഉണ്ട്. അത് കുഴപ്പമില്ല, സമാധാനമുള്ള സ്ഥലമാണ്, വലിയ ബഹളം ഒച്ചപ്പാടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്ബണിലേക്ക് ആകെ ഒരു മണിക്കൂറിനുള്ളിൽ യാത്രയുള്ളൂ. അപ്പം കണക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഈ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്താനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനും ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രം. അതൊഴിച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് ഈസിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെട്രോ ഉണ്ട്, ഇവിടെ ഇല്ല ലിസ്ബണിൽ. പിന്നെ കണക്ടിവിറ്റി സിമ്പിളാണ്, ഈസിയാണ്. പിന്നെ പൊതുവെ ചൂട്, ഇപ്പം സമ്മറാണ്, ചൂട് 33-30 ഡിഗ്രിയൊക്കെ വരുന്നുണ്ട്. എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് അധികം ആയിട്ടില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പിന്നെ പാലക്കാടായതുകൊണ്ട് അവിടെ നല്ല ചൂടായതുകൊണ്ടും ഇവിടെ വലിയ ചൂടില്ല. എങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ ഉഷ്ണിച്ച് ഭയങ്കര പണ്ടറങ്ങി നടക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് ഇപ്പം നോർമൽ ക്ലൈമറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തണുപ്പ് വരുന്ന സമയത്ത് 1 ഡിഗ്രീനടുത്തൊക്കെ ചൂട് തണുപ്പ് ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഫീൽ ചെയ്തിട്ടില്ല, ഫീൽ ചെയ്യുമ്പം അറിയാം എങ്ങനെയുണ്ട്, ഏതാണ് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ വേറൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചീരയുടെയും പിന്നെ അതുപോലെ പയറിൻ്റെ ഒക്കെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ ഓൾറെഡി താഴെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളുടെ വിത്തെടുത്തിട്ട് വന്നാൽ ഇവിടെ മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം ചീരക്കറി വെക്കാനാണെന്നെങ്കിലും പയറുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ ഓൾറെഡി നമ്മുടെ ഹൗസ് ഓണറുടെ കൃഷി ഉണ്ട് ഇവിടെ. അതായത് ചെറുതായിട്ട് 2-3 നാരങ്ങയുടെ മരങ്ങളും ചെടികളും അത് മരമായിട്ടുണ്ട്.
പിന്നെ മത്തനൊക്കെ കണ്ടു. അപ്പോൾ നമുക്കും ചെറുതായിട്ട് സംഭവം സെറ്റാക്കാൻ പറ്റും. അതോടെ നട്ട് വെച്ച് കഴിഞ്ഞാലും വരും. അക്കോമഡേഷൻ്റെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീടാണ്. ഈ വീട്ടിൽ 5 പേരാണ് താമസമുള്ളത്. ലിസ്ബണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എടുക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ബെഡ് സ്പേസ് ആയിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്ന പോലെ അവിടെ ബെഡ് സ്പേസിലിരുന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഡിഫറെൻറ്റ് അതായത് വേറെ വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. നമുക്കൊരു സ്ഥിരമായിട്ട് ആൾക്കാർ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ ആകുമ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ 2 വർഷത്തിനോടടുപ്പിച്ച് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ വീട് എടുക്കാനായിട്ട് ഒരു 500-600 euros പെർ മന്ത് ആയിരിക്കും റെൻ്റ് ഉണ്ടാവുക. വിച്ച് ഇസ് കമ്പാരറ്റീവ്ലി കുറവാണ്. ചേച്ചി അവിടെ ഒരു റൂമിൽ കൊടുക്കുന്നത് 700 euros ആണ്. അപ്പം ഇവിടെ 5 പേരുള്ള സ്ഥിതിക്ക് 5 പേരുണ്ടെങ്കിൽ 500 euro 100 euro ഒരാൾക്ക് വരുള്ളൂ. പിന്നെ വൈഫൈ യൂട്ടിലിറ്റീസ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 150-ൻ്റെ ഉള്ളിലെ റൂമിൻ്റെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ വേറെ എന്താണ്, സോ ഫാർ പോർച്ചുഗൽ ഈസ് ഗുഡ്, ഇറ്റ്സ് നൈസ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പോർച്ചുഗൽ നല്ലതാണ്. കണ്ടത് വെച്ചിട്ട് പോർച്ചുഗൽ വളരെ സമാധാനമുള്ളൊരു സ്ഥലമാണ്. പിടിച്ചു പറയും അങ്ങനെയൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആക്സിഡൻസ് ഒക്കെ വളരെ കുറവാണ്. എല്ലാ റോട്ടിൽ കൂടെ നടക്കുമ്പോഴായാലും എല്ലാവരും നമ്മളെ കടത്തി വിട്ടിട്ട് അവർ ക്രോസ് ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ കച്ചറ കാണിക്കില്ല. ഇപ്പോൾ ഒരു സൈക്കിൾ റോട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ ആ സൈക്കിളിനെ ഹോൺ അടിച്ച് ഉറപ്പിക്കാതെ സമയം കിട്ടുമ്പോൾ സ്ഥലം കിട്ടുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകും. ബസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. സൈക്കിളിന് സമയം കൊടുത്ത് സ്ഥലം കിട്ടുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്ത് കയറി പോവുക ഉള്ളത്. ഇതുവരെ പോർച്ചുഗൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനലിൽ 110 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.